ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കോഴി വെച്ചിട്ട് ഒരു തോരനാണ്, അതായത് കോഴിത്തോരനാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ചിക്കൻ ഞാൻ ഇതാ ഇവിടെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിനി കുക്കറിലാക്കിയിട്ട് വേവിച്ചെടുക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വേവ് കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്കതനുസരിച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. ചിക്കൻ കുക്കറിലാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. കുക്കർ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമുള്ള ബാക്കിയുള്ള സാധനം കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിവിടെ ചതച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഈ ചിക്കൻ തോരൻ വെക്കാനായിട്ട് ആവശ്യമുള്ള സവാളയും കൂടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതൊരു 3 സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്. നമുക്ക് ആവശ്യത്തിന് ഇടാം. പിന്നെ ഈ തോരത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, കറി ലീവ്സ്, ഇത് ഇത്രയാണ് വേണ്ടത്. പിന്നെ ബാക്കിയുള്ള എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നതെന്ന് നമുക്കിത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. അപ്പം നമ്മൾ ചിക്കൻ തോരൻ വയ്ക്കാനായിട്ട് അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് കടുക് ഇടുക. ഇതിൽ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. വാടി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം. ഇതിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ആ വെള്ളത്തോടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം ഒന്നും കളയുന്നില്ല. അങ്ങനെ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൽ അരപ്പ് തേങ്ങയുടെ കൂടെ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, തോരത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം.
തോരത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മതി ജീരകം. നമുക്ക് എത്രയാണ് എരി ആവശ്യമുള്ളത് അതിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലപോലെ ഞവടി മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ കൈ കൊണ്ട് റെഡിയാക്കി വെച്ച തേങ്ങയുടെ അരപ്പില്ലേ നമുക്കിതിൽ തട്ടിക്കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. അരപ്പ് എല്ലായിടം ആവുന്ന രീതിക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ടില്ലേ നമ്മളെ തോരൻ നല്ലോണം നല്ല കാണാൻ തന്നെ നിന്ന് സൂപ്പറല്ലേ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീട്ടിൽ. ഇനി നമുക്ക് ഇത് നല്ലോണം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ആ വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രീതിക്ക് ഒക്കെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ചിക്കൻ വേവിച്ച വെള്ളം കൂടെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റും കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കി ഈ കുറച്ച് വെച്ച് അടച്ചൊന്നും വെക്കണ്ട, തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഒന്ന് ഡ്രൈ ആവും. പയ്യെ സമാധാനത്തോടെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളെ ഞാൻ കാണിച്ച് കൊതിപ്പിക്കുകയാണല്ലേ. നമ്മുടെ ചിക്കൻ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.